In the previous video, we have established that every convergence sequence should be bounded. So from which we can clearly understand that a sequence which is not bounded cannot be converged. So now moving on to some other characteristics of convergence. For that, we have to discuss about algebra of sequence. അതായത് സീക്വൻസുകൾ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, സോ വി ആർ ഗിവൺ വിത്ത് ടു സീക്വൻസസ്. xn, sequence xn is actually x1, x2, etc. in the bonus sequence, and sequence yn is actually y1, y2, etc. Okay, now this is x and this is y. Simple that use. So x plus y actually means that component wise addition. The first components x1 plus y1, comma x2 plus y2, x3 plus y3. അങ്ങനെയാണ് first addition. So x1 plus y1, x2 plus y2, x3 plus y3, etc. ഇങ്ങനെ പോകുന്ന component wise addition ആണ് സീക്വൻസിന്റെ സം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ അപ്പം x minus y is actually component wise subtraction ആയിരിക്കും. So x1 minus y1, x2 minus y2, etc. So x1 minus y1, comma x2 minus y2, x3 minus y3, etc. ഇങ്ങനെ പോകുന്ന component wise subtraction ആയിരിക്കും x minus y എന്ന് പറയുന്നത്. ഇനി x into y, x dot y, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി കമ്പോണന്റ് വൈസ് പ്രോഡക്റ്റിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് എന്ന് ആക്ച്വലി മീൻ ചെയ്യുന്നത്. സോ x1 y1, comma x2 y2, comma x3 y3, etc. ഇങ്ങനെയാണ് പ്രോഡക്റ്റ് ആയിട്ട് ശരി. ഈ സി നമുക്കൊരു കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. സി is a constant. ഒരു കോൺസ്റ്റന്റ് നമ്പർ തന്നിട്ടുണ്ട്. Then cx is actually ഓരോ കമ്പോണന്റിനെയും c കൊണ്ട് മൾട്ടിപ്ലൈ, which is cx1, cx2, cx3, etc. Okay. Similarly, നമുക്ക് x by y യും ഡിഫൈൻ ചെയ്യാം. x by y ഡിഫൈൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, y യുടെ ഒരു ടേംസും 0 ആകാൻ സാധിക്കില്ല. y യുടെ ടേംസ് 0 ആണെങ്കിൽ നമ്മൾ ഒരിക്കലും 0 കൊണ്ടുള്ള ഡിവിഷൻ എന്ന രീതിയിൽ ഇങ്ങനെ ഒരു സാധനം ഡിഫൈൻ ചെയ്യും. സോ ദിസ് ഈസ് ആക്ച്വലി മീൻസ് x1 by y1, x2 by y2, x3 by y3, and so on. Understood that yi should not be equal to 0 for all. ഒരു y1 y2 ഒന്നും എന്താകാൻ സാധിക്കില്ല, 0 ആകാൻ സാധിക്കും. അപ്പൊ ഇനി നമ്മൾ രണ്ട് സീക്വൻസുകളുടെ തമ്മിലുള്ള പലതരം ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചു. അപ്പൊ ഇനി നാച്ചുറലി ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, നമ്മുടെ ഈ സീക്വൻസ് x എന്ന് പറയുന്ന സീക്വൻസ് കൺവേർജ് ചെയ്യുന്നുണ്ട്, y എന്ന് പറയുന്ന സീക്വൻസ് കൺവേർജ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ x പ്ലസ് y കൺവേർജ് ചെയ്യുന്നു, x മൈനസ് y കൺവേർജ് ചെയ്യുന്നു, x ഇൻറ്റു y കൺവേർജ് ചെയ്യുന്നു, cx കൺവേർജ് ചെയ്യുന്നു, x ബൈ y കൺവേർജ് ചെയ്യുന്നു. ഈ 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ രണ്ട് സീക്വൻസ് കൺവേർജൻസ് വെച്ചിട്ട് ഇങ്ങനെയുള്ള 5 ഡിഫറെന്റ് ക്ലാസ് ഓഫ് സീക്വൻസിന്റെ കൺവേർജൻസ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കൺവേർജൻസ് വെച്ചിട്ട് പുതിയ സീക്വൻസുകളുടെ കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് അതൊന്ന് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് x എന്ന് പറഞ്ഞ സീക്വൻസും y എന്ന് പറഞ്ഞ സീക്വൻസും കൺവേർജ് ചെയ്യുകയാണെങ്കിൽ xn പ്ലസ് y, x പ്ലസ് y എന്ന് പറഞ്ഞ സീക്വൻസ് കൺവേർജ് ചെയ്യുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ക്വസ്റ്റ്യൻ. സോ we have x is equal to xn. ഇത് converges എന്നാണ് ഇതിന്റെ മീനിങ്, and its limit is x, and y which is equal to yn which also converges to y എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് xn plus yn. ഓക്കെ, xn plus yn അല്ലെങ്കിൽ x plus y യുടെ കൺവേർജൻസ് ആണ്. സോ x plus y കൺവേർജ് ചെയ്യുമോ? കൺവേർജ് ചെയ്യുവാണെങ്കിൽ തന്നെ നാച്ചുറലി നമ്മുടെ ക്വസ്റ്റ്യൻ
ഇതിന്റെ ലിമിറ്റ് എക്സ് പ്ലസ് വൈ ആണോ എന്നുള്ളതാണ് നമ്മുടെ നാച്ചുറൽ ക്വസ്റ്റ്യൻ. അതായത് എക്സ് എൻ എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നു, വൈ എൻ വൈയിലോട്ട് കൺവേർജ് ചെയ്യുമ്പോൾ എക്സ് എൻ പ്ലസ് വൈ എൻ കൺവേർജസ് ടു എക്സ് പ്ലസ് വൈ ആണോ എന്നുള്ളതാണ് നാച്ചുറൽ ക്വസ്റ്റ്യൻ. സോ ഈ കൺവേർജൻസ് ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ, ഞാൻ എപ്സിലോൺ ബൈ 2 എന്നാണ് എടുക്കുന്നത്, ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1. അതായത് K1 എന്ന് പറയുന്ന സ്റ്റേജ്, ഇതാണ് K1 എന്ന് പറയുന്ന സ്റ്റേജ്. ഓക്കെ, അതുപോലെ വൈ എൻ കൺവേർജ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, മോഡുലസ് ഓഫ് വൈ എൻ മൈനസ് വൈ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K2 എന്ന് പറയുന്നത്. K2 എന്നുള്ളത് ഇതിന്റെ മുമ്പിൽ ഒരു താഴെ, ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെയാണ് K2 എന്ന് പറയുന്ന നമ്പേഴ്സ് ചൂസ് ചെയ്യുന്നത് വെച്ചു. ഓക്കെ, സോ ഇത് വെച്ചിട്ട് നമ്മുടെ നാച്ചുറൽ ക്വസ്റ്റ്യൻ ഈസ് എക്സ് എൻ പ്ലസ് വൈ എൻ കൺവേർജസ് ടു എക്സ് പ്ലസ് വൈ ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ നോക്കാം. സോ എക്സ് എൻ പ്ലസ് വൈ എൻ മൈനസ് എക്സ് പ്ലസ് വൈ. ഓക്കെ, നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. ദിസ് ഈസ് ഈക്വൽ ടു എക്സ് എൻ മൈനസ് എക്സ് പ്ലസ് വൈ എൻ മൈനസ് വൈ. ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ is less than or equal to modulus of xn minus x plus modulus of yn minus y. Triangle inequality. So modulus of xn minus x is actually less than epsilon by 2. This is actually less than epsilon by 2. So this is actually less than epsilon by 2 plus epsilon by 2. Okay. ഏത് സ്റ്റേജിന് ശേഷം ഈ ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ഫസ്റ്റ് ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നത് K1 ശേഷമാണ്, സെക്കൻഡ് ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നത് K2 ശേഷമാണ്. അപ്പൊ ഇതിന്റെ കോമൺ റീജിയന് ശേഷം ഈ രണ്ട് ഇൻഇക്വാലിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഞാൻ K എന്ന് ചൂസ് ചെയ്യുന്നു. K is equal to മാക്സിമം ഓഫ് എന്താണ് K1, K2. ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. K2 ആണ് മാക്സിമം. ഓക്കെ, K1 ശേഷം എന്ന് പറയുന്നതും K2 ശേഷം എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K ആകുമ്പോൾ മോഡുലസ് ഓഫ് xn മൈനസ് വൈ, xn പ്ലസ് yn മൈനസ് എക്സ് പ്ലസ് വൈ ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കൃത്യമായിട്ട് എഴുതാൻ സാധിക്കും. സോ ഫ്രം ദാറ്റ് വി ക്യാൻ സേഫ്ലി സേ ദാറ്റ് നമുക്ക് എന്ത് പറയാൻ സാധിക്കും, മോഡുലസ് ഓഫ് xn പ്ലസ് yn മൈനസ് എക്സ് പ്ലസ് വൈ ഈസ് ആക്ച്വലി ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K. എന്ന് വെച്ചാൽ xn പ്ലസ് yn എന്ന് പറയുന്ന സീക്വൻസ് which is actually x plus y converges to x plus y. ഓക്കെ, കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് രണ്ട് സീക്വൻസ് തരികയാണെങ്കിൽ ആ സീക്വൻസിന്റെ സം ആയിട്ടുള്ള സീക്വൻസ് കൺവേർജ് ചെയ്യുമെന്നാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, സോ നമുക്ക് ഇവിടെ അതിനെ ഒരു റിസൾട്ട് ആയിട്ട് കോട്ട് ചെയ്യാം. സോ അവർ റിസൾട്ട് തിയറം എന്നും പറയാം. സോ xn converges to x and yn converges to y, then xn plus yn converges to what? X plus y, or limit xn plus yn is equal to limit xn plus limit yn. This is what we can. Okay, x എന്നുള്ളത് limit of xn ആണ്, y എന്നുള്ളത് limit of yn. So this is the first part. ഇനി നമുക്ക് അടുത്തതിലേക്ക് മൂവ് ചെയ്യാം. സോ xn-ഉം y-നും കൺവേർജ് ചെയ്യുകയാണ്, xn പ്ലസ് yn കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഈസ് ഇതിന്റെ സബ്ട്രാക്ഷൻ. ഓക്കെ, xn മൈനസ് yn കൺവേർജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നാച്ചുറൽ റിസൾട്ട് ആയിട്ട് നമുക്ക് പുട്ട് ചെയ്യാം. സോ xn കൺവേർജസ് ടു x ആൻഡ് yn കൺവേർജസ് ടു y. Natural question is xn minus yn converges to what? X minus y ആണോ? അല്ലെങ്കിൽ limit of xn minus yn should be equal to limit xn minus limit yn എഴുതാൻ സാധിക്കും. ഇതാണ് ലിമിറ്റ് xn എന്നുള്ളത് x ആണ്, ലിമിറ്റ് y എന്നുള്ളത് y ആണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ആദ്യത്തെ ഡെഫിനിഷൻ തന്നെ യൂസ് ചെയ്യുന്നു. xn കൺവേർജസ് ടു x ആയതുകൊണ്ട് മോഡുലസ് ഓഫ് xn മൈനസ് x ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു K1. അതുപോലെ തന്നെ ഇവിടെ മോഡുലസ് ഓഫ് yn മൈനസ് y ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു K2. ഇത് രണ്ടും എഴുതുന്നുണ്ട്. സോ നമുക്ക് വേണ്ടത് xn മൈനസ് yn കൺവേർജസ് ടു x മൈനസ് y ആണെന്നാണ് വേണ്ടത്. സോ അതിനു വേണ്ടി നമ്മൾ എടുക്കേണ്ടത് മോഡുലസ് ഓഫ് xn മൈനസ് yn മൈനസ് x മൈനസ് y, ഈ ഡിഫറൻസ് ആണ് വേണ്ടത്. ഇത് മൈനസ് അകത്തോട്ട് എടുക്കുമ്പോൾ ഇത് മൈനസ്
ഇത് പ്ലസ്. പിന്നെ നമുക്ക് വീണ്ടും മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് മൈനസ് ഓഫ് yn മൈനസ് y എന്ന് എഴുതാം. ഓക്കെ, കാരണം ഇവിടെ മൈനസ് y എന്ന് ഇവിടെ പ്ലസ് y വരും. ഞാൻ അതിനെ മൈനസ് കോമ എടുത്തത്. ഇത് മോഡുലസ് ഓഫ് a മൈനസ് ബി എന്നുള്ളതാണ്. മോഡുലസ് ഓഫ് a മൈനസ് ബി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് a പ്ലസ് മോഡ് ബി. ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി വെച്ച് തന്നെ പറയാൻ സാധിക്കും. സോ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് പ്ലസ് മോഡുലസ് ഓഫ് yn മൈനസ് y എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. This is less than epsilon by 2. Sum ചെയ്യുമ്പോൾ less than epsilon for all n greater than or equal to k, where k is actually maximum of k1, k2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? xn മൈനസ് y എന്ന് പറഞ്ഞ സീക്വൻസ് x മൈനസ് y യിലേക്ക് പോകുന്നു. കൺവേർജൻസിന്റെ ഡെഫിനിഷൻ ആണ്. സോ വിച്ച് മീൻസ് xn മൈനസ് yn converges to actually x minus y. അല്ലെങ്കിൽ xn x ലോട്ട് കൺവേർജ് ചെയ്യുന്നു, yn y ലോട്ട് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ xn minus yn converges to actually x minus y. അല്ലെങ്കിൽ limit of xn minus yn is always equal to limit of xn minus limit of y എന്നാണ്. നമ്മൾ മറ്റേ ചെയ്തതിന്റെ കൂട്ട് തന്നെയാണ്. ഇവിടെ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി യൂസ് ചെയ്യുന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈനസ് കോമൺ എടുത്തിട്ട് മൈനസ് ഓഫ് yn മൈനസ് y യുടെ മോഡുലസ് എടുത്താലും മതി. മൈനസ് എക്സിന്റെ മോഡുലസും എക്സിന്റെ മോഡുലസും എപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ, സോ അടുത്തായിട്ട് നമുക്ക് സി എക്സിന്റെ കാര്യത്തിലേക്ക് നമുക്കൊന്ന് മൂവ് ചെയ്യാം. സി എക്സ്. സോ സി എക്സിന്റെ കാര്യം ഇതുപോലെ തന്നെയാണ്. അവർ നാച്ചുറൽ ക്വസ്റ്റ്യൻ ഈസ് xn converges to x and c is a some number, c belongs to some number, then cxn converges to cx ആണോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ലിമിറ്റ് ഓഫ് cxn is equal to c of c into limit xn ആണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട് xn converges തന്നിട്ടുണ്ട്. സോ മോഡുലസ് ഓഫ് xn minus x is less than epsilon for all n greater than or equal to k തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് cxn converges to cx ആണോ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നു കൺവേർജൻസിന്റെ ഡെഫിനിഷൻ cxn minus cx എടുക്കും. Okay, which is equal to c into ബ്രാക്കറ്റിന്റെ അകത്ത് xn minus x എന്ന് എഴുതാൻ സാധിക്കും. Which is actually equal to modulus of c into modulus of xn minus x എന്ന് എഴുതാൻ സാധിക്കും. So which is less than epsilon into c for all n greater than or equal to k. c ക്ക് ഒരു മോഡുലസ്. ഓക്കെ, സോ നമുക്ക് ഞാൻ ഇവിടെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എപ്സിലോണിന് ഇവിടെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഇവിടെ എപ്സിലോൺ ബൈ മോഡ് സി എന്ന് എടുക്കാം. വേണമെങ്കിൽ എപ്സിലോൺ ബൈ മോഡ് സി എന്ന് എടുത്താൽ ഇവിടെ എപ്സിലോൺ ബൈ മോഡ് സി ക്യാൻസൽ ആയിപ്പോട്ട് മോഡുലസ് ഓഫ് സി എക്സ് എൻ മൈനസ് സി എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, സോ എപ്സിലോൺ വളരെ ചെറിയൊരു നമ്പർ ആണെങ്കിൽ എപ്സിലോൺ ഇൻറ്റു സിയും വളരെ ചെറിയൊരു നമ്പർ ആണ്. ഇറ്റ് ക്യാൻ ബി ആസ് സ്മോൾ ആസ് പോസിബിൾ, വിച്ച് മീൻസ് എന്താണ്? cxn minus cx is less than a very small number after a certain stage, which means that cxn എന്ന് പറഞ്ഞ സീക്വൻസ് cx ലോട്ട് കൺവേർജ് ചെയ്യുന്നുള്ളതാണ് ഇതിന്റെ ആക്ച്വൽ മീൻ. സോ വിച്ച് മീൻസ് ദാറ്റ് the sequence cxn converges to what? cx. Okay, or limit of cxn is actually equal to cx for c into limit xn. ഇതാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായത് രണ്ട് സീക്വൻസ് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ സമ്മ് കൺവേർജ് ചെയ്യും, അതിന്റെ ഡിഫറൻസ് കൺവേർജ് ചെയ്യും, ഒരു കോൺസ്റ്റന്റ് പ്രോഡക്റ്റും അതിന്റെ കൺവേർജ് ചെയ്യും. സോ ഇനി നമുക്ക് രണ്ടെണ്ണം കൂടെ പ്രൂവ് ചെയ്താൽ മതി. രണ്ട് സീക്വൻസ് കൺവേർജ് ചെയ്യുമ്പോൾ അതിന്റെ പ്രോഡക്റ്റും അതിന്റെ കോഷ്യന്റും കൺവേർജ് ചെയ്യുന്നൂടെ നമുക്ക് പ്രൂവ് ചെയ്യാം. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്.